അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബുർ റജ റിയാദു സാലിഹിലെ അള്ളാഹുടെ റഹ്മത്ത് ആഗ്രഹിക്കുക എന്ന വിഷയത്തിലുള്ള ലാസ്റ്റ് ഹദീസ് ആയിട്ട് ഇന്നത്തെ ഹദീസ്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിങ്ങളായ ഞങ്ങളെ മഹത്വവും ബഹുമാനവും അറിയിക്കുന്ന ഒന്നായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു 63 വർഷത്തെ ആയുസ്സേ കൊടുത്തിട്ടുള്ളേ. അപ്പോൾ 23 വർഷത്തിൽ ദീന പ്രബോധനമായിട്ടിരിക്കണം. മക്കത്തെ മദീനത്തേക്ക് പോയാൽ പിന്നെ 10 വർഷവും മക്കത്തിൽ 13 വർഷവും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കംപ്ലീറ്റ് എല്ലാ നിയമങ്ങളും പഠിപ്പാട്ടി മനുഷ്യന്മാർക്ക് വേണ്ട എല്ലാ അറിവുകളും കൊടുത്ത് അള്ളാഹു കൊടുത്ത ഉത്തരവാദിത്വവും അത് സമ്പൂർണമായ നിലക്ക് അത് നിറവേറ്റിയായിട്ട് നബി തങ്ങൾ വഫാത്തായി പോയത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത ആയുസ്സോ 63. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് ഒരു സമുദായத்துக்கு ഒരു ഉമ്മത്തുക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യാനായിട്ട് വിചാരിച്ചെങ്കിൽ ആ ഉമ്മത്തുകളെ മുന്നൽ തന്നെ ആ നബിയെ വഫാത്താക്കുക. അള്ളാഹു തആല ഉമ്മത്തുകളെ നശിപ്പിക്കുന്നതിൽ ആ നബിയെ വഫാത്താക്കുക. അതേ സമയത്ത് അള്ളാഹു തആല ഒരു ഉമ്മത്തിനെ നശിപ്പിക്കുക ഉദ്ദേശിക്കുന്നെങ്കിലോ ആ നബിയുടെ കണ്ണെതിരിൽ ആ സമുദായത്തെ നശിപ്പിക്കുക. അപ്പൊ ആ നബി നോക്കിക്കൊണ്ടിരിക്കുക. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ നോക്കൂ. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷമായിട്ട് ദീനിന് വിളിച്ചത്. കൊറിയാൽമാർ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചു. ലാസ്റ്റ് ഇനാരും സ്വീകരിക്കില്ലാണ്ട് അറിഞ്ഞിട്ടാകുമ്പോൾ അള്ളാഹുടെ ഒന്നിനും ബാക്കി വെക്കട്ട. അപ്പൊ അള്ളാഹു താല കപ്പലുണ്ടാക്കി ചെന്നതും നൂഹ് നബി അലൈഹി സ്വലാം കപ്പൽ നിർമ്മിച്ചതും എന്നിട്ടതാ പ്രളയം വന്ന് തണ്ണിയെല്ലാം വന്ന് എല്ലാവരും മുങ്ങി നശിച്ച് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമും വിശ്വസിച്ചങ്ങ് കപ്പലിൽ പറ്റി രക്ഷപ്പെട്ട. അപ്പൊ നൂഹ് നബിയുടെ കണ്ണെതിരിലായിട്ട് അള്ളാഹു അങ്ങനെ നശിപ്പിക്കുക. അപ്പൊ അള്ളാഹു താല ഒരു ഉമ്മത്തുക്ക് ഹൈർ ഉദ്ദേശിച്ചാണ് കണ്ടെങ്കിൽ ആ ഉമ്മത്ത് ഇങ്ങനെ നബിയെ ആ ഉമ്മത്തുക്ക് മുന്നലായിട്ട് വഫാത്താക്കട. അപ്പൊ ഞങ്ങളെ നബി എന്തായിട്ട് ചെറിയ വയസ്സിൽ തന്നെ, അതായത് 63 വയസ്സിൽ നബി വഫാത്തായി. ഉമ്മത്തിങ്ങൾക്ക് മുന്നൽ തന്നെ എന്ന് ഒരു ഉമ്മത്തിങ്ങളെ നശിപ്പിക്കാണ്ട് ആ നബിയെ അള്ളാഹു വഫാത്താക്കട എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിങ്ങളായ ഞങ്ങൾക്ക് അള്ളാഹു വലിയ ഹൈർ തന്നറ. ആ നബിയുടെ ഉമ്മത്തി എന്നൊരു പവറാണ് ഞങ്ങൾക്കുണ്ട്. ആ നബിയുടെ പേര് മുഹമ്മദ്. അത് പേര് വെച്ചാൽ മഹത്വം എന്നതുപോലെ ബഹുമാനം എന്നതുപോലെ ആ നബിയുടെ ഉമ്മത്തിങ്ങളായ ഞങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. നബിയുടെ ഉമ്മത്തി എന്നുള്ളത് അതായിട്ട് ഇന്നത്തെ ഹദീസ്. ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് നോക്കാം. وعن أبي موسى الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് ഇദാ അറാദല്ലാഹു തആല റഹ്മത ഉമ്മത്തിൻ അല്ലാഹു തആല ഒരു ഉമ്മത്തിക്ക് റഹ്മത്ത് ചെയ്യുക ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഖബല നബിയഹ ഖബലഹ ആ നബിയുടെ ഉമ്മത്ത് റൂഹുടെ ആ ഉമ്മത്തിക്ക് മുന്നലായിട്ട് ആ സമുദായത്തിക്ക് മുന്നലായിട്ട് ആ നബിയുടെ റൂഹുടെ അല്ലാഹു പിടിക്കുക. ഫജഅലഹു ലഹാ ഫറതൻ വസലഫ ആ നബിയെ അള്ളാഹു ആക്കട ആ ഉമ്മത്തിക്ക് ഫറത്തും വസലഫ അള്ളാഹു ഫറത്തും സലഫും ആക്കട അങ്ങ് മുന്നൽ പോയി നിൽക്കിടാറ്. ഇപ്പോൾ കുറെ ആൾമാർ കറവത്ത് വന്നോണ്ടില്ല. അപ്പൊ മുന്നൽ പോയിട്ട് അങ്ങ് വേണ സൗകര്യം റെഡിയാക്കി കൊടുക്കല്. ഇതൊക്കെയായിട്ട് ഫറത്തും ചൊല്ല്. സലഫ് മുന്നൽ പോയി നിന്നിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തുക, ഷഫാത്ത് ചെയ്ത് അങ്ങനെ രക്ഷപ്പെടുത്തുക, മുന്നൽ പോയി നിൽക്കുക. അപ്പൊ ഒരു ഉമ്മത്തിൽ റഹ്മത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ആ നബിയുടെ റൂഹുടെ അള്ളാഹു ഉപയോഗം പിടിക്കുക. ആ നബി അവിടെ പോയിട്ട് എന്താക്കുക. അതാ നബി തങ്ങൾ ചൊന്നത് മരിക്കലേക്ക് ചൊന്നല്ലേ നാണ് നിങ്ങളെ ഹൗദുടെ മുട്ട കാത്തുകൊണ്ടിരിക്കുക. ഹൗദുൽ കൗസർ കാണിക്കുക. അപ്പൊ രണ്ട് ഉമ്മത്തിങ്ങ പറയുമ്പോൾ അങ്ങ് വേണ്ട സൗകര്യം അങ്ങ് കുടിക്കുള്ള തന്നി ആ മനുഷ്യരുടെ കഷ്ടത്തിൽ അങ്ങ് രക്ഷപ്പെടുക അങ്ങക്കുള്ള തന്നി അങ്ങനെ അവിടെ രക്ഷപ്പെടുത്തുള്ള ഷഫാത്ത് ഇതൊക്കെല്ലാം നാം മുന്നൽ പോയി റെഡിയായിരിക്കുക. അങ്ങനെ ഫറത്തുക്കും അലൽ ഹൗദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്. അപ്പൊ ആ ഉമ്മത്തിക്ക് മുന്നൽ തന്നെ ആ നബി പോയിട്ട് അവിടെ നിൽക്കുക എന്നുള്ളത് അത് അങ്ങക്ക് അയാളെ രക്ഷപ്പെടുത്തും. അത് വസലഫം ബൈനയദിഹം വൈദാ ഹറാദ ഹലക്കത്ത ഉമ്മത്തിൻ ഒരു ഉമ്മത്തിനെ അള്ളാഹു ഹലാക്കിടാൻ നശിപ്പിക്കുക ഉദ്ദേശിക്കുന്നെങ്കിൽ
അദബഹ ആ ഉമ്മത്തിനെ അള്ളാഹു ശിക്ഷിക്കട വനബിയു ആ ഹയ്യുൻ ആ ഉമ്മത്തിലെ നബി ഹയാത്തിലിക്കട ഫഅഹലകഹ അള്ളാഹു ആ ഉമ്മത്തിനെ നശിപ്പിക്കട വഹുവ ഹയ്യുൻ ആ നബി ഹയാത്തിലിക്കട യൻദുർ നോക്കിക്കൊണ്ടിരിക്കട ഫഅഖറ ഐനഹു ബിഹലാക്കിയ ആ ഉമ്മത്തിനെ നശിപ്പിച്ചിട്ട് ആ നബിയുടെ കണ്ണിടെ അള്ളാഹു സന്തോഷിപ്പിക്കട ഹീന കദ്ദബൂഹു ആ നബിയെ അങ്ങ് നിഷേധിച്ചപ്പോൾ വാസു അമ്രഹു ആ നബിയുടെ കൽപ്പനയ്ക്ക് എതിർ ചെയ്തപ്പോൾ റവാഹു മുസ്ലിം. അതായത് ഒരു നബി തന്നിട്ട് ഇസ്ലാം ദീൻ ചൊന്നു കൊടുക്കുമ്പോൾ അങ്ങ് വിശ്വസിക്കാണ്ടി ആ നബികളെ ധിക്കരിച്ച് അങ്ങ് നടക്കുമ്പോൾ അള്ളാഹു തആല അതൊക്കെ ആ ഉമ്മത്തികൾ ഖൈർ അല്ല ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ നബിയെ ബാക്കിയാക്കിയിട്ട് അള്ളാഹു ഈ ഉമ്മത്തികൾ ആ നബിയുടെ കണ്ണെതിരെ നശിപ്പിക്കണം. അപ്പൊ ആ നബിക്ക് ചെന്ന നബിയെ എത്രയോ നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം ഇസ്ലാം വിളിച്ചിട്ടായിട്ടിരിക്കണം. അത്ര കഷ്ടപ്പെട്ടു ഒരുപാട് നബിമാർ ഒരുപാട് ത്യാഗം സഹിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുള്ളൂ? നമുക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ട് ഞങ്ങളെ നബി ചെറിയ വയസ്സിൽ അതായത് വേഗം അള്ളാഹു വഫാത്താക്കി കൊടുത്തു. അപ്പം നബി തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നാളെ മുന്നോട്ട് പോയി കാത്തു നിൽക്കണേ. അപ്പം ആ നബി തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഹൗദുൽ കൗസറിൻ്റെ അവിടെ പോയിട്ട് കാത്തു നിൽക്കണേ, റെഡിയാവുള്ളൂ. ഞങ്ങളെ ഷഫാത്ത് ചെയ്ത് രക്ഷപ്പെടുത്തു നോക്കുന്നു. അള്ളാഹു തആല ആ മുത്ത് നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയിപ്പിച്ച് തരട്ടെ, സ്വാലിഹീങ്ങളിൽ സജ്ജങ്ങളിൽ പെടുത്തട്ടെ. അവൻ്റെ ത്വാത്തിലായി ദീർഘായുസ് അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. കാതുകൾക്ക് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.